Hello all, this is Anuja and you are watching Essence of Science. ഇന്ന് നമ്മൾ ഓർമ്മശക്തിയെ കുറിച്ചിട്ടാണ് പറയുന്നത് ആൻഡ് ഓൾസോ കുറച്ച് മെമ്മറി ടിപ്സ് ഒക്കെ നമ്മൾ വീഡിയോനകത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ട്രസ്റ്റ് മീ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുകയാണെങ്കിൽ എന്തായാലും നിങ്ങളെ വീഡിയോ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ സക്സീഡ് ചെയ്യാനായിട്ട് എന്തായാലും ഈ വീഡിയോ സഹായിക്കും. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. ആരും പോവല്ലേ. ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് സയൻസ് ആണ്. ഇത്തിരി ബോറിംഗ് ആയി തോന്നിയേക്കാം. താല്പര്യമില്ലാത്തവർക്ക് അതുകൊണ്ട് എന്റെ വീഡിയോ 3-ാം മിനിറ്റിലോട്ടേക്ക് സ്കിപ്പ് ചെയ്യാം. അവിടെ ഞാൻ കുറച്ച് കിടിലൻ മെമ്മറി ടിപ്സ് പറയുന്നുണ്ട്. അപ്പൊ ശരിയെന്ന് വീഡിയോ കണ്ടിട്ട് പോയോ. അപ്പൊ നമുക്ക് ആദ്യം മെമ്മറിയുടെ പിന്നിലെ സയൻസ് നമുക്ക് ആദ്യം നോക്കി നോക്കാം. വളരെ ഈസി ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. മെമ്മറിക്ക് 3 സ്റ്റേജസ് ആണ് ഉള്ളത്: എൻകോഡിംഗ്, സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ. എൻകോഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേക്കിംഗ് ദ ഇൻഫർമേഷൻ, ആ ഇൻഫർമേഷൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. സ്റ്റോറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബ്രെയിനിനകത്ത് സ്റ്റോർ ചെയ്യുക. ഒരു ലൈബ്രറി പോലത്തെ ഒരു പ്ലേസ് ഉണ്ട് ബ്രെയിനിൽ, അവിടെ അതിനെ സ്റ്റോർ ചെയ്യുന്നു. ആൻഡ് റിട്രീവൽ എന്ന് പറയുമ്പോൾ ആവശ്യമുള്ളപ്പോൾ അതെടുത്ത് ഉപയോഗിക്കുന്നു. എളുപ്പമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ഫോട്ടോ എടുക്കുന്നു, നമ്മൾ അതിനെ ആൽബത്തിലാക്കുന്നു ആൻഡ് പേജ് മറിച്ച് ആവശ്യമുള്ളപ്പോൾ കാണുന്നു. ഇനി മെമ്മറീസ് ഒരുപാട് തരമുണ്ട്. സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ലോങ് ടേം മെമ്മറി. സെൻസറി മെമ്മറി എന്ന് പറയുന്നത് ദേ ആർ വെരി 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 ഷോർട്ട് ടേം മെമ്മറി. ജസ്റ്റ് മില്ലി സെക്കൻഡ്സ് മാത്രം ലൈഫുള്ള മെമ്മറിയാണ്. നമ്മൾ ചുമ്മാ അങ്ങ് ഒരു ഗ്ലിച്ച് മാതിരി നമ്മുടെ കണ്ണിൽ അങ്ങ് അത് നമ്മൾ കണ്ട് അങ്ങ് മാഞ്ഞു പോകുന്നു, അത്രേ ഉള്ളൂ. ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുമ്പോൾ 15 to 30 സെക്കൻഡ്സ് അത്ര ഒരു സമയമേ അതിനകത്തുള്ളൂ. പക്ഷെ ഈ ഷോർട്ട് ടേം മെമ്മറി നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടേയിരുന്ന, ഇപ്പൊ ഒരു ഉദാഹരണം, ഒരു ഫോൺ നമ്പർ ഒറ്റ തവണ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാവില്ലല്ലോ. അങ്ങനെ 2-3 തവണ വായിച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ മനസ്സിൽ അത് രജിസ്റ്റർ ആവുള്ളൂ. അപ്പൊ നമുക്ക് പറയാം അവിടെ ലോങ് ടേം മെമ്മറിയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ലോങ് ടേം മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാലാണ് നമ്മുടെ ലൈഫ് ടൈം നമുക്ക് ഉപകാരപ്പെട്ട മെമ്മറിയാണ് ലോങ് ടേം മെമ്മറി. അത് അങ്ങ് സ്റ്റോർ ആയി കിടക്കും. ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ, നമ്മുടെ ഓർമ്മകൾ, അങ്ങനെ ഒരുപാട് ബേസിക് തിങ്സ് ഒക്കെ അതിനകത്താണ് സ്റ്റോർ ആയി കിടക്കുന്നത്. ഇറ്റ് ഇസ് എ ലൈഫ് ലോങ് ഗ്യാരണ്ടി. ഒരിക്കലും നമ്മൾ മറന്നു പോകത്തില്ല. അപ്പൊ ഈ ഷോർട്ട് ടേം മെമ്മറിയുടെ അകത്തെ സംഭവങ്ങൾ നമുക്ക് ലോങ് ടേമിലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ട്രിക്കാണ് ഈ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ഈ വായന എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഈ ഫോൺ നമ്പറിന്റെ ഉദാഹരണം തന്നെ, ഒറ്റ തവണ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് ഓർമ്മയിൽ നിൽക്കണമെന്നില്ല. നമ്മൾ നെക്സ്റ്റ് ടൈം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മയിൽ നിന്ന് പോയേക്കാം. പക്ഷെ നമ്മൾ പിന്നെയും പിന്നെയും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, അതൊന്നും നിങ്ങൾ അത്ര പെട്ടെന്ന് അങ്ങ് മറന്നു പോകാൻ ചാൻസ് കുറവാണ് അല്ലെ. ഇതെന്താ കാരണം? ഇവിടെ മൾട്ടി സെൻസറി മെമ്മറി ആണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിനിന്റെ മറ്റു ഭാഗത്തെ സെൻസസ് ആർ ഓൾസോ വർക്കിംഗ് ആൻഡ് അതുകൊണ്ടാണ് അത് കൂടുതൽ രജിസ്റ്റർ ആയിട്ട് നമ്മുടെ ബ്രെയിനിനകത്ത് കിടക്കുന്നത്. സെയിം വേ തന്നെയാണ് സ്മെൽ. സർട്ടൻ സ്മെൽ നമുക്ക് കിട്ടുമ്പോൾ നമുക്കത് നമ്മുടെ പഴയ ഓർമ്മയിലോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, പെട്ടെന്ന് അങ്ങ് ഒരു മഴ പെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫസ്റ്റ് റെയിൻ്റെ ഒരു സ്മെൽ ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടെ ജൂൺ മാസം, സ്കൂൾ കാലം, അങ്ങനെ സ്കൂൾ ഫ്രണ്ട്സ്, അങ്ങനെ അത് അങ്ങനെ കണക്റ്റഡ് ആയിട്ട് നമുക്ക് ഒരുപാട് മെമ്മറീസിൽ നമ്മൾ അത് കൊണ്ടുപോകുന്നു. സ്മെൽ എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ഇമോഷൻ ആണ് അല്ലെ. ആൻഡ് സ്മെല്ലിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ബാക്കി സൗണ്ട് വിഷ്വൽസ് ഒക്കെ നമ്മുടെ ബ്രെയിനിനകത്ത് തലാമസിൽ പോയിട്ടാണ് മെമ്മറി സെന്ററിൽ എത്തുന്നത്. ബട്ട് സ്മെൽ അങ്ങനെയല്ല, അതിന് ഡയറക്റ്റ് ആയിട്ട് ഓൾഫാക്ടറി ബൾബിലോട്ടേക്കാണ് റൂട്ട് പോകുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ഓർമ്മയിലോട്ടേക്ക് വരുന്നതുമാണ്. ഇനി നമുക്ക് കുറച്ച് മെമ്മറി ടിപ്സ് നോക്കി നോക്കാം. ദ ഫസ്റ്റ് തിങ് ഇസ് സ്പേസ്ഡ് റിപ്പിറ്റേഷൻ. നമുക്ക് എന്താണ് ഓർമ്മയിൽ നിൽക്കേണ്ടത് ആ കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇപ്പൊ ഞാൻ നേരത്തെ ഫോൺ നമ്പറിന്റെ കേസ് പറഞ്ഞില്ലേ, അപ്പൊ ഒറ്റ വായനയിൽ നിന്ന് നമുക്കത് കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പൊ നമ്മൾ ആ സംഭവം തന്നെ വായിച്ചുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ വായിച്ചുകൊണ്ടേ എന്നാൽ മാത്രം ഓർമ്മയിൽ നിൽക്കില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും സംഭവം പഠിക്കുകയാണ്, അപ്പൊ അങ്ങനെ വായിച്ചുകൊണ്ടേ ചിലപ്പോൾ ഓർമ്മയിൽ നിന്നില്ലെങ്കിൽ ദ നെക്സ്റ്റ് തിങ് ദാറ്റ് യു നീഡ് ടു ഡു ഇസ് ആക്റ്റീവ് റീകോൾ. സ്പേസ് റിപ്പിറ്റേഷൻ പോലെ തന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ആക്റ്റീവ് റീകോളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് സ്വയം പരീക്ഷിക്കുക. നിങ്ങൾ തന്നെ സ്വയം ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കി വെക്കുക. അപ്പൊ ഇതിനെയാണ് നമ്മൾ ആക്റ്റീവ് റീകോളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആണ് നിങ്ങൾ പഠിച്ച സംഭവം ഓർമ്മയിൽ നിർത്തുന്നതിന് വേണ്ടി. അതേപോലെ തന്നെ ആവശ്യമുള്ള മറ്റൊരു സംഭവമാണ് എക്സസൈസിങ് എന്ന് പറയുന്നത്. റെഗുലർ എക്സസൈസിങ് ഇസ് വെരി എസെൻഷ്യൽ ഫോർ യുവർ ബോഡി. ഇപ്പൊ ഞാൻ ജിമ്മിൽ പോവുക, ഫിറ്റ്നസ് ഫ്രീക്ക് ആവുക, അങ്ങനെയൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. ഒരു അറ്റ്ലീസ്റ്റ് 20 to 30 മിനിറ്റ്സ് വാക്കിംഗ് ഡെയിലി വിൽ ഡു. അത്ര മതി. ഒന്ന് നിങ്ങളുടെ ശരീരം ഒന്ന് അനക്കുക, അത്രേ വേണ്ടൂ. എക്സസൈസ് ഈക്വൽസ് ടു ബൂസ്റ്റിംഗ് യുവർ ബ്രെയിൻ എന്നാണ്. പിന്നെ മൾട്ടി ടാസ്കിങ് എപ്പോഴും അവോയ്ഡ് ചെയ്യുക. ഇപ്പൊ ചിലവർ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമായിരിക്കും. ബട്ട് നിങ്ങളുടെ ബ്രെയിനിന് അത് വലിയൊരു ബേർഡൻ ആയിരിക്കും. കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഒറ്റ സമയം തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനകത്ത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫോക്കസും കോൺസെൻട്രേഷനും ആക്യുറസിയും ഒക്കെ പോകും. അപ്പൊ അതുകൊണ്ട് മാക്സിമം മൾട്ടി ടാസ്കിങ് നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതേപോലെ തന്നെ മെമ്മറിക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സംഭവമാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്.
സ്ലീപ്പ് ഈക്വൽസ് ടു ബ്രെയിൻ ഗ്ലൂ, അങ്ങനെയാണ് നമ്മൾ പറയുക തന്നെ. ഇപ്പൊ ചിലവരൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇന്നലെ ഞാൻ ഉറങ്ങുക തന്നെ ചെയ്തില്ല, ഫുൾ ടൈം ഇരുന്ന് പഠിച്ചു എന്നൊക്കെ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, അത് ഏറ്റവും വലിയ മണ്ടത്തരാണ്. നമ്മൾ ഉറങ്ങിയാൽ മാത്രമാണ് നമ്മൾ പഠിച്ച സംഭവം എൻകോഡിംഗ് നിന്ന് സ്റ്റോറേജിലോട്ടേക്ക് പോകത്തുള്ളൂ. സ്റ്റോറേജിൽ സ്റ്റോറായി നിന്നാൽ മാത്രമല്ലേ നമുക്ക് എക്സാം സമയത്ത് എന്തെങ്കിലും റിട്രീവ് ചെയ്തിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് സ്ലീപ്പ് എന്ന് പറയുന്ന വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ ബ്രെയിനിനെ ഷാർപ്പൺ അപ്പ് ചെയ്യാനും ഡീടോക്സിഫൈ ചെയ്യാനും അത് വളരെയധികം സഹായിക്കുന്നു. മാത്രമല്ല നമ്മുടെ മൂഡ് സ്വിങ്സ്, ഹോർമോൺ ലെവൽ ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് സ്ലീപ്പ് വളരെയധികം ആവശ്യമാണ്. നെക്സ്റ്റ് തിങ് ഇസ് ഫ്യുവൽ, അതായത് ഭക്ഷണം. വയറ് നിറയാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം തിരഞ്ഞെടുത്തിട്ട് വേണം നമ്മൾ കഴിക്കുന്നതിന് വേണ്ടി. അതായത് ഒമേഗ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഫോർ എക്സാമ്പിൾ ഫിഷ്, മീറ്റ്, ലീഫി വെജിറ്റബിൾസ്, ഇതിനകത്തൊക്കെ ഒമേഗ പ്രസന്റ് ആണ്. ആൻഡ് അത് നമ്മുടെ മെമ്മറി ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, ഇപ്പൊ ഈ വാൾനട്ട് ഒക്കെ മെമ്മറിക്ക് വളരെയധികം നല്ലതാണ്. അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഡയറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലാസ്റ്റ് ബട്ട് ദ ലീസ്റ്റ് തിങ് ഇസ് ദാറ്റ് ടു ഹൈഡ്രേറ്റ് യുവർ സെൽഫ്. എപ്പോഴും നമ്മുടെ ബോഡിക്ക് ഡീഹൈഡ്രേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഡീഹൈഡ്രേഷൻ ക്യാൻ അഫക്ട് യുവർ കോഗ്നേറ്റീവ് ഫങ്ഷൻസ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും വെള്ളം കുടിക്കുക, അതൊരു നിങ്ങളുടെ ഒരു ഡെയിലി റുട്ടീന് തന്നെ ഭാഗമാക്കുക. ഏറ്റവും ഗുണമുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റാൽ തന്നെ കോഫിയുടെ പകരം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കോഫിയെക്കാട്ടിയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ബ്രെയിനിനെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് അത് സഹായിക്കുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ആൻഡ് ഇത് നിങ്ങൾ വളരെയധികം ഹെൽപ്പ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഇഫ് സോ, please do drop a like and also subscribe to my YouTube channel. Thank you.